തൃശൂർ ടൗണിൽ ആക്രി പെറുക്കി നടന്നിരുന്ന ഒരു അമ്മയുടെ മകൻ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായതിന്റെ കഥ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരിറ്റ് കണ്ണുനീർ പോലും വരാതിരിക്കില്ല. അച്ഛന്റെ അപ്രതീക്ഷിത മരണം അയാളെയും ജ്യേഷ്ഠനെയും അമ്മയെയും ദാരിദ്ര്യത്തിലേക്ക് വീണ്ടും കൂടുതൽ ആഴത്തിലാഴ്ത്തിയിരുന്നു. വിശപ്പടക്കാൻ ഗതിയില്ലാത്തതിനാൽ പഠനകാലത്തു തന്നെ കൂലിവേലയ്ക്ക് പോകേണ്ടി വന്ന ചേട്ടൻ, 10 പൈസയ്ക്ക് മൈതാനത്ത് സോഡ വിറ്റു നടന്നിരുന്ന കുട്ടി, ദാരിദ്ര്യം എന്നും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഫുട്ബോളിനെ പ്രണയിക്കാൻ തുടങ്ങി. കാൽപന്ത് കളിയോടുള്ള അടങ്ങാത്ത ഭ്രാന്ത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ മേടിക്കാൻ പണമില്ലാത്തതിനാൽ കൈപ്പിടി തുണികൾ കൊണ്ട് റൗണ്ട് രൂപത്തിലാക്കി വരെ കളിക്കാൻ തുടങ്ങി. പന്തിനെ പ്രണയിച്ചവൻ വിശപ്പ് പോലും മറന്ന് കളിക്കാൻ തുടങ്ങിയിരുന്നു. ഇല്ലായ്മയിൽ വളർന്ന് ശൂന്യതയിൽ നിന്ന് ഗോൾ സൃഷ്ടിച്ചവൻ. അതെ, ഈ കഥ സാക്ഷാൽ പത്മശ്രീ IM വിജയന്റേതാണ്. തൃശൂരിലെ പൂരപ്പറമ്പിൽ ജനക്കൂട്ടത്തിന് IM വിജയൻ വലിയ താരമായി മാറിയ ഒരു കാലം. ഒരിക്കൽ പൂരത്തിനിടയിൽ 2 യുവതികൾ ദേ IM വിജയൻ പോകുന്നു എന്ന് അടക്കം പറയുന്നത് കേട്ട വിജയൻ സിനിമാ സ്റ്റൈലിൽ ഒന്ന് തിരിഞ്ഞു നോക്കുകയുണ്ടായി. അന്ന് ഇടം കണ്ണിലൂടെ നോക്കിയ ആ സുന്ദരി വിജയന്റെ ഇടം നെഞ്ചിലാണ് കയറിക്കൂടിയത്. ഇരുവരും പ്രണയിക്കുകയും തന്റെ പ്രണയിനിയുടെ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ IM വിജയനാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചു. വിജയൻ തന്റെ 25-ാം വയസ്സിൽ രാജിയെ വിവാഹം കഴിച്ചു. എന്നാൽ ഇതെല്ലാം വിജയൻ എന്ന ഫുട്ബോളറെ ആളുകൾ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ്. തളരാൻ സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും അവയെല്ലാം ഒരു പന്ത് തട്ടുന്ന ലാഘവത്തോടെ തട്ടിത്തെറിപ്പിച്ച് ജീവിതമെന്ന കളിയിൽ ഗോളുകൾ സൃഷ്ടിച്ചവനാണ് മലയാളികളുടെ കറുത്ത മുത്ത്. ദാരിദ്ര്യത്തിന്റെ കയ്പു നിറഞ്ഞ ബാല്യത്തിൽ കാൽപന്ത് കളിയിലൂടെ ലഹരി കൊണ്ട് മറികടന്നവൻ പഠിക്കാൻ ഏറെ പുറകിലായിരുന്നു. CMS സ്കൂളിന്റെ ചരിത്രത്തിൽ വിജയനല്ലാതെ ഇന്നേ വരെ 5-ാം ക്ലാസ്സിൽ 5 തവണ തോറ്റ കുട്ടി വേറെ ഉണ്ടായിട്ടില്ല. പഠിക്കാൻ മിടുക്കനല്ലായിരുന്നിട്ടു കൂടി സ്കൂൾ അയാൾക്ക് നൽകിയ പിന്തുണ ചെറുതൊന്നുമായിരുന്നില്ല. അതിനു പുറകിൽ വിജയൻ എന്നും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന പ്രഭാവതി ടീച്ചറുടെ കരവലയമായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായി പോയാൽ എന്നും താമസിച്ചു വരുന്ന കുട്ടിയോട് പ്രഭാവതി ടീച്ചർ കുറച്ച് ഗൗരവത്തോടെ "നീ എന്താ എന്നും ഇത്ര വൈകുന്നേ" എന്ന് ചോദിച്ചപ്പോൾ അവൻ നൽകിയ മറുപടി പ്രഭാവതി ടീച്ചറെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. "അരിയില്ലായിരുന്നു ടീച്ചറെ." അവന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ടീച്ചർ പിന്നീട് എല്ലാ ദിവസവും ഒരു പൊതിച്ചോറ് അധികം കരുതുമായിരുന്നു. മാതൃവാത്സ്യത്തോടെ അവനെ ഊട്ടി. മാറിയൊടുക്കാൻ ഒരു ഷർട്ട് പോലും ഇല്ലാതിരുന്ന അവന് ആവശ്യമുള്ള വസ്ത്രങ്ങൾ അവർ വാങ്ങി നൽകി. ഒരമ്മയെ പോലെ അവനെ പരിചരിച്ചു, സ്നേഹിച്ചു. സ്കൂളിൽ നിന്നും നേരത്തെ പോയി 20 രൂപയ്ക്ക് സെവൻസ് കളിക്കുമായിരുന്നു വിജയൻ. അവന്റെ കളി മികവ് കൊണ്ട് തൃശൂരിന്റെ ഫുട്ബോൾ മൈതാനങ്ങളിൽ IM വിജയൻ എന്ന ചെറുപയ്യൻ നിറഞ്ഞാടിയിരുന്നു. പൂരപ്പറമ്പിലെ IM വിജയന്റെ അമ്പരപ്പിക്കുന്ന കളി നേരിട്ട് കണ്ട ജോസ് പറമ്പിൽ എന്ന വ്യക്തിയാണ് കുട്ടി വിജയനെ ആദ്യമായി സ്പോർട്സ് കൗൺസിലിന്റെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ സഹായത്തിൽ കേരള പോലീസ് സെലക്ഷൻ ടീമിലേക്കും. 18 വയസ്സാവാൻ 6 മാസം കൂടി വേണമായിരുന്നു അന്ന് വിജയന്. അതിനാൽ അന്ന് ടീമിൽ കളിക്കാൻ കഴിയുമായിരുന്നില്ല. അയാളെപ്പോലെ മികച്ചൊരു പ്ലെയറിനെ വിട്ടുകളയാൻ അധികൃതർക്കും കഴിയുമായിരുന്നില്ല. അങ്ങനെ 6 മാസം ഗസ്റ്റായി കളിച്ചു. 1987-ൽ 18 വയസ്സ് തികഞ്ഞപ്പോൾ പോലീസായിട്ടാണ് വിജയൻ അന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. വിജയന്റെ നേതൃത്വത്തിൽ ആർക്കും ഏറ്റുമുട്ടാൻ പേടിയാകുന്ന ടീമായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാറിയിരുന്നു. 1991-ൽ കേരള പോലീസ് ടീം വിട്ട് വിജയൻ മോഹൻ ബഗാനിലോട്ട് ചേക്കേറിയിരുന്നു. വിജയൻ കേരള ടീമിൽ നിന്നും പോയതിന് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു. പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നപ്പോൾ 700 രൂപയാണ് വിജയന് കിട്ടിയിരുന്നത്. എന്നാൽ വീട് നഷ്ടപ്പെട്ട തനിക്ക് വീടുണ്ടാക്കാൻ ഈ 700 രൂപ കൊണ്ടാവില്ല, അതിനേക്കാൾ എനിക്ക് മോഹൻ ബഗാനിൽ നിന്ന് കിട്ടുമെന്ന് വിജയൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. കൊൽക്കത്തക്കാർക്ക് എന്നും ആവേശമായിരുന്നു വിജയൻ. ബംഗാളിൽ വിജയന്റെ കളി കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞിരുന്ന ഗാലറികൾ വരെ ഉണ്ടായിരുന്നു. 1992 മുതൽ വിജയൻ ഇന്ത്യക്ക് വേണ്ടി ബൂട്ടണിയാൻ തുടങ്ങി. കുറേയധികം കാലം ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിരുന്നു വിജയൻ. കളിക്കളത്തിൽ എന്നും ഗോളുകളിലൂടെ മാത്രമാണ് വിജയൻ മറുപടി പറഞ്ഞിരുന്നത്. മോഹൻ ബഗാനിൽ നിന്ന് കേരളത്തിലോട്ട് തിരിച്ചെത്തി സന്തോഷ് ട്രോഫി കേരളത്തിനായി നേടിക്കൊടുക്കുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ വിജയന് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു.
സ്വന്തമായൊരു വീട്, ചേട്ടന് ജോലി, ഡബിൾ പ്രൊമോഷൻ എന്നിവ ഒന്നും നടന്നില്ല. വിജയൻ വീണ്ടും മോഹൻ ബഗാനിലോട്ട് പോയി. കേരള പോലീസ്, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ FC കൊച്ചിൻ, ചർച്ചിൻ ബ്രദേഴ്സ് എന്നീ ക്ലബ്ബുകളിലേക്ക് വേണ്ടിയെല്ലാം ബൂട്ടണഞ്ഞിട്ടുണ്ട് വിജയൻ. 1993 നെഹ്റു ട്രോഫിയിൽ ക്യാമറൂണിനെ സമനിലയിൽ തിളയ്ക്കുന്ന വിജയന്റെ റോങ് റേഞ്ച് ഗോൾ ഇന്നേ വരെ പകരം വെക്കാനൊന്നുമില്ലാത്തതാണ്. 1995 മലേഷ്യൻ ക്ലബായ പോർഷലിനെതിരെ ഫൈനലിന്റെ അവസാന നിമിഷങ്ങളിൽ വീണ ക്ലാസിക് ഗോളിലൂടെ JCTയെ സിസേഴ്സ് കപ്പ് വിജയത്തിലേക്ക് എത്തിച്ച ആ ബൈസിക്കിൾ കിക്ക് ആരാധകർക്ക് അങ്ങനെയൊന്നും മറക്കാനാകില്ല. 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാന്റെ പ്രതിരോധം തകർത്ത് ഗോളുകൾ നേടുമ്പോൾ കളി തുടങ്ങിയിട്ട് വെറും 12 സെക്കൻഡ് മാത്രമേ ആയിരുന്നുള്ളൂ. ഏറ്റവും വേഗത്തിൽ നേടിയ അന്താരാഷ്ട്ര ഗോൾ എന്ന ലിസ്റ്റിലും അദ്ദേഹത്തിന്റെ ഈ ഗോൾ ഇടം നേടി. 4 തവണ വേൾഡ് കപ്പിൽ വായുവിൽ അതിവേഗം പറന്നതും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതും സുവർണ ഗോളുകൾ പിറന്നതും വിജയന്റെ റെക്കോർഡിലുണ്ട്. 1-ലധികം തവണ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായ ആദ്യ കളിക്കാരനും വിജയൻ തന്നെയാണ്. 1993, 97, 99 വർഷങ്ങളിലും വിജയനെ തേടി അവാർഡുകൾ എത്തിയിട്ടുണ്ട്. 2003 ആഫ്ര ഏഷ്യൻ ഗെയിംസിൽ 4 ഗോളുകൾ നേടി ടോപ്പ് സ്കോറുകൾ നേടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായാണ് വിജയൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നത്. തുടർന്ന് അർജുന അവാർഡും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. 338 ആഭ്യന്തര മത്സരങ്ങളിൽ നിന്നും മാത്രമായി തന്നെ 250 ഗോളുകളാണ് IM വിജയന്റെ കാലുകളിൽ നിന്ന് പിറന്നത്. 2024 കാത്തിരുന്ന് ഒടുവിൽ അർഹിച്ച പത്മശ്രീ അവാർഡും നേടിയിരിക്കുകയാണ്. മുന്നേറ്റത്തിലും മധ്യനിരയിലും പ്രതിരോധത്തിലും ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്ലെയർ IM വിജയൻ.